ആശുപത്രി എന്നവരെയും എല്ലാവരും ഇതിനെ കണക്കിലെടുക്കണമെന്ന് കൂടി വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ചുമതലപ്പെടുത്തിയ ആ കർത്തവ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. വളരെ തിരക്ക് പിടിച്ച ജോലികൾക്കിടയിൽ മാത്രമല്ല, തിരക്ക് പിടിച്ച ജോലികൾക്കിടയിൽ ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ എളിയ ക്ഷണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉമ്മൻചാണ്ടിയോടൊരു ക്ഷണം എളിയതെന്ന് പറയുന്നതിൽ പ്രത്യേക കാര്യമില്ല. എല്ലാ ക്ഷണങ്ങളെയും അദ്ദേഹം ആ നിലയിൽ തന്നെയാണ് കാണുന്നത്. അദ്ദേഹം വളരെ വിശാല മനസ്സുകൾ കാണിച്ച് ഈ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ എല്ലാ സഹകാരികൾക്ക് വേണ്ടിയും വളരെ പ്രതീക്ഷയോടുകൂടി എല്ലാ നാട്ടുകാർക്ക് വേണ്ടിയും അദ്ദേഹത്തെ ഞാൻ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സ്ഥാപനത്തിന്റെ എല്ലാമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതിന്റെ പിന്തുടർച്ചയായി ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഗാർഡിയൻ എന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട തങ്ങളവരെ നമ്മളെല്ലാവരും കാണുന്നത്. തങ്ങളുടെ നേതൃത്വം എല്ലാ തരത്തിലും ഇതിനുണ്ട്, ആശീർവാദം ഇതിനുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവരെ ഇതിന്റെ ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ വേണ്ടി വന്നു ചേർന്നു. ആ നിലയിൽ തങ്ങളവരുടെ എല്ലാവിധ അനുഗ്രഹാശസ്സുകളും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ തങ്ങളവരുടെയും ഹൃദയംഗമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഓരോ ഘട്ടത്തിലും ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച ആളാണ്. ഗവൺമെന്റിൽ നിന്ന് മറ്റും ഇതിന്റെ ക്ലിയറൻസ് കിട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അംഗത്തെ പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ സന്നിധനായിട്ടുണ്ട്. അദ്ദേഹമാണ് ഷെയർ സമാഹരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുകയാണ്. നിരവധി വിശിഷ്ടാതിഥികൾ ഇവിടെ സംസാരിക്കാനുണ്ട്. സമയം ചുരുക്കമായതുകൊണ്ട് ഓരോരുത്തരുടെയും ഒരു വിശേഷം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും അവരെ എല്ലാവരെയും നമ്മുടെ പ്രിയപ്പെട്ട MLA വളരെ സജീവമായി ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ മമ്മൂട്ടി സാഹിബ്, അതുപോലെ തന്നെ മറ്റ് MLA-മാരായ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഷംസുവിൽ നിന്ന് അവിടുത്തെ ഗ്രാമസഭയുടെ കൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറമ്മമ്പാൽ, അതുപോലെ തെലങ്കാന ജില്ലാ കലക്ടർ ശ്രീ മോഹൻദാസ്, അതുപോലെ ചെയർപേഴ്സൺ ഷെഫിയ ടീച്ചർ, തിരൂർ ബ്ലോക്കിന്റെ പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി, വെട്ടം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സൈനുദ്ദീൻ, അതുപോലെ വൈസ് ചെയർമാൻ തിരൂർ നഗരസഭ ശ്രീ രാമൻകുട്ടി, അതുപോലെ തെലങ്കാന DCC പ്രസിഡന്റ് ശ്രീ ഇ മുഹമ്മദ് കുഞ്ഞി, അതുപോലെ ജില്ലാ ജനറൽ സെക്രട്ടറി IUML ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ്, അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ രവി മാസ്റ്റർ, ജില്ലാ പഞ്ചായത്തിന്റെ മറ്റൊരു മെമ്പർ ശ്രീ വെട്ടമാരി കോയം, അതുപോലെ തന്നെ മറ്റൊരു മെമ്പർ ശ്രീ KP കുമാരു, തിരൂർ RDO ശ്രീ ഗോപാലൻ, അതുപോലെ തന്നെ ജോയിന്റ് രജിസ്ട്രാർ കോപ്പറേറ്റീവ് അബ്ദുൽ നാസർ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് രജിസ്ട്രാർ ശ്രീ സദാനന്ദൻ, അതുപോലെ ചെയർപേഴ്സൺ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ചെയർപേഴ്സൺ നമ്മുടെ നാട്ടുകാരി കൂടിയായ കമൽ സാൻവർ, അതുപോലെ ബ്ലോക്ക് മെമ്പർ KC ആമിന ബീവി, അതുപോലെ ഡോക്ടർ ഉമർ ഫാറൂഖ് നമ്മുടെ DM-ഉം, അതുപോലെ ജില്ലാ ടൗൺ പ്ലാനർ ശ്രീ അബ്ദുൽ മാലിക്, സൂപ്രണ്ട് ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ട് മുഹമ്മദ് ഡോക്ടർ, XFLA ശ്രീ അബ്ദുള്ളക്കുട്ടി, അതുപോലെ വെട്ടം പഞ്ചായത്ത് മെമ്പർ രജനി, അതുപോലെ മറ്റൊരു മെമ്പർ സിന്ധു, അതുപോലെ ഗ്രാമപഞ്ചായത്തിലെ മറ്റൊരു മെമ്പർ ശശികുമാർ, ശ്രീ മുഹമ്മദ് അലി, UDF-ന്റെ ചെയർമാൻ കൂടിയായിട്ട് ശ്രീ CV വേലായുധൻ, പ്രിയങ്കനായ ശ്രീ VV പ്രകാശ്, അതുപോലെ ശ്രീ OKS മേനോൻ, ശ്രീ AS ശിവദാസൻ, ശ്രീ P കുഞ്ഞിമൂസ, ശ്രീ CM ബഷീർ, ശ്രീ രാജാക്കോ, ശ്രീ കുറുക്കോടി മൊയ്തീൻ, ശ്രീ P വീരാൻകുട്ടി, കക്കോടി മൊയ്തീൻകുട്ടി ഹാജി, ശ്രീ കുഞ്ഞിനുകുട്ടി ഹാജി, ശ്രീ വിനോദ്, ശ്രീ ശ്രീനിവാസൻ, ശ്രീ കുഞ്ഞുട്ടി, മനോജ് പാറശ്ശേരി, ശ്രീ ജയകൃഷ്ണൻ, ശ്രീ PA ബാവ, ശ്രീ RK രമേശ്, ശ്രീ PK കുട്ടി, MA ബാബ ഹാജി, അഡ്വക്കേറ്റ് പത്മകുമാർ, ശ്രീ K ആലിക്കുട്ടി, ശ്രീ K മുഹമ്മദ് ഷാഫി ഹാജി, ശ്രീ പള്ളി ബഷീർ ഡയറക്ടർ, കടത്തിൽ ഹംസ ഹാജി ഡയറക്ടർ, പാറപ്പുറത്ത് മൊയ്തീൻകുട്ടി എന്ന ബാബ ഹാജി ഡയറക്ടർ, MC അർലിക്കുട്ടി ഹാജി നമ്മുടെ കമ്മിറ്റി മെമ്പർ, കോയക്കുട്ടി ഹാജി ഡയറക്ടർ, CV അബ്ദുൽ സലാം ഡയറക്ടർ, ശ്രീ ജലീൽ സജിൻ ജലീൽ ഡയറക്ടർ, അതുപോലെ തന്നെ എല്ലാത്തിനും സഹായകമായിട്ടുള്ള ഡോക്ടർ ഹുസൈൻ, അതുപോലെ VA ലത്തീഫ്, KP മറീമ, T കുഞ്ഞു ബീവി, അബ്ദുൽ വാഹിദ്, കൈക്കടത്തിൽ ഇബ്രാഹിം അജി, CP അബൂബക്കർ, KK ആലിക്കുട്ടി അടക്കമുള്ള എല്ലാവരും എല്ലാ കാലവും ഒഴിയായി ഇവിടെ വന്നിട്ടുള്ള നാട്ടുകാർക്ക് ഈ സമയത്ത് 12 മണി സമയം ഒരു കണക്കിൽ പറഞ്ഞാൽ അസമയമാണ്. എങ്കിൽ പോലും രാവിലെ മുതൽ ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ ഒത്തുചേർന്ന് വളരെ ആവേശത്തോടുകൂടി നാട്ടിലെ ജനങ്ങൾ ഈ കാലത്ത് ഒരു ദൗത്യമായി ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ ഒരു ജനക്കൂട്ടം ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നു. നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സഹകരണാശുപത്രിക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്ന മീഡിയ പേഴ്സൺസ് അവരെല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ സ്വാഗത ഭാഷണം ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി. KP ഹുസൈനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളെല്ലാവരും പ്രിയപ്പെട്ട
മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ ഈ വേദിയിൽ പ്രസീഡ് ചെയ്യുന്ന ഹൈദരലി പാണക്കാട്ട് തങ്ങൾ നമ്മളെല്ലാവരും പ്രിയങ്കരനായ മിനിസ്റ്റർ കുഞ്ഞാൽ അതുപോലെ തന്നെ മറ്റും വേദിയിലുള്ള എംഎൽഎ ഒഫീഷ്യൽസ് വേദിക്കുന്നിലുള്ള ഓരോരുത്തരും ഇന്ന് ഈ ഒരു സംഭവത്തിന് ഭംഗിയാക്കി തീർക്കാനുള്ള മനസ്സോടുള്ള ഓരോരുത്തർക്കും ഞാൻ ആദ്യം നന്ദി പറയട്ടെ. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതാണ് എൻ്റെ ചുമതല. 25/6/2001 ഇതിനൊരു കമ്മിറ്റി രൂപീകരിച്ചത്. അതിനുശേഷം അത് ഒരു ബോർഡാക്കി മാറ്റണമെന്നും 2004 ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിലേക്ക് തിരൂർ കോർപ്പറേറ്റ് ലാൻഡിൽ ഒരു ഹോസ്പിറ്റൽ കഴിഞ്ഞ 4 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അത് വളരെ ചെറിയ ഒരു സ്ഥലത്താണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് കുറെ പരിശ്രമത്തിന് ശേഷം വലിയ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം, കാരണം എനിക്ക് വളരെ ഭംഗിയായ കഴിഞ്ഞ 5 വർഷ കാലഘട്ടമായി ഞാൻ എല്ലാ മാസവും ദുബായിൽ ഇവിടെ യാത്ര ചെയ്ത് വന്ന് ഇത് ഇന്നത്തെ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയുണ്ടായി. ഞാനും എൻ്റെ കൂടെ സഹപ്രവർത്തകർ കുറെ ഡയറക്ടേഴ്സ് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ ഇത് ജനുവരി ഈ വർഷം 2012 ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയത്. പൊതുവെ ഒരു ഡെവലപ്മെന്റിന് മാത്രമാണ് നമ്മൾ കേരളം പ്രതീക്ഷിച്ചിരിക്കുന്ന മറ്റുള്ള സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ. അതിന് വളരെ സാധ്യത കൂടുതലുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് വളരെ വ്യക്തമായി അറിയാം. കാരണം ഞാൻ പല പ്രോജക്റ്റുകളും ഇവിടെ കേരളത്തിൽ എടുത്തിട്ടുണ്ട്, നടപ്പിലാക്കി കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ എല്ലാം തന്നെ ഇതിന്റെ വലിയൊരു ഭാഗമായിരിക്കുന്ന സമയത്ത് ഇത്രയും ഒരു ഡിലേ വന്നതിൽ പ്രയാസമുണ്ട് എങ്കിലും ഇന്ന് നമുക്കിവിടെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തോടു കൂടിയിട്ട്, അതും നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വ്യക്തി എന്നുള്ള രീതി മാത്രമല്ല വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി ഇന്നിത് ഉദ്ഘാടനം ചെയ്തതോടുകൂടി പ്രവർത്തനം തുടങ്ങുന്നത്. ഇവിടെ ഏകദേശം 80 കോടിയാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആർക്കിടെക്ചറൽ പ്ലാനിലുള്ളത്. അതിൽ ആദ്യമായി ചെയ്യാൻ പോകുന്നത് 24 കോടിയുടെ പ്രവർത്തനമാണ്. അത് 9 നിലയുള്ള ബിൽഡിംഗാണ്. ആ ബിൽഡിംഗിന് ശേഷം ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും ജനങ്ങളുടെ സഹായമാണ് ഏറ്റവും വലുത്. ആ സഹായത്തോടു കൂടിയിട്ട് നമുക്കിത് വലിയ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കാനുള്ളതാണ് ഞങ്ങൾ ആദ്യത്തേക്കും ഇപ്പോഴും ഉള്ള ഉദ്ദേശം. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി മറ്റുള്ള ഹോസ്പിറ്റലൊക്കെ വളരെ ഭംഗിയായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ അടുത്തുള്ള പറവണയിലുള്ള ആളായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൽ വളരെ നല്ല ഹോസ്പിറ്റലുകളുണ്ട്. എന്നാലും തന്നെ നമുക്ക് പലപ്പോഴും ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രയാസമാണ് നമ്മളെല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഒരു 300 ബെഡോടുകൂടി തുടങ്ങിയ 500 ബെഡ്സാണ് നമ്മൾ ഇതിന് ഈ ഹോസ്പിറ്റലിൽ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി ഇപ്പം തന്നെ പാരാമെഡിക്കൽ കോളേജസും ഡെന്റൽ കോളേജും എല്ലാ സാഹചര്യവും ഒരുങ്ങിക്കിട്ടുവാന്നുണ്ടെങ്കിൽ ഇതൊരു മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡയറക്ടേഴ്സിന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഇതിന് ഏകദേശം 800 പേരോളം കഴിഞ്ഞ ഒരു 7-8 വർഷം ഇവിടെയുള്ള എല്ലാവരും ഇതിന്റെ ഉയർച്ച, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ ഇവിടെയുള്ള നമുക്ക് ലഭ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല നിരക്കുള്ള രോഗങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ രോഗം, അതുപോലെ തന്നെ കിഡ്നി രോഗം, ഇതിനെല്ലാം സാധാരണമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹൃദ്രോഗം. അപ്പോൾ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ
നമുക്ക് അടുത്ത പ്രദേശത്തുണ്ടാകുമ്പോൾ ദൂരെയൊന്നും പോകാതെ നമുക്ക് ചികിത്സ ലഭ്യമാക്കുവാനുള്ള ഒരു വലിയ അഭയ കേന്ദ്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചടങ്ങിൽ എന്നെ പങ്കെടുക്കുവാൻ വേണ്ടി അതിനവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്ന നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി അവരുടെ ഞാൻ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ഊർജ്ജസ്വലനായ സംസ്ഥാന മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഇക്കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിൽ തിരൂരിന് മലയാള സർവകലാശാല നൽകിയ കൈകൾ കൊണ്ട് തന്നെ തിരൂരിൽ നിർമ്മാണം ആരംഭിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം ശിലാഫലകത്തിന്റെ തിരശ്ശീല നീക്കിക്കൊണ്ട് നിർവഹിക്കുവാൻ അങ്ങയെ ഏറെ ബഹുമാനാദരങ്ങളുടെ സവിനയം ക്ഷണിക്കുന്നു. ഏറ്റവും ബൃഹത്തായ പദ്ധതിയിലൂടെ നൂതന സംവിധാനങ്ങളോട് കൂടിയ പാരാമെഡിക്കൽ കോളേജുകൾ, ഡെന്റൽ കോളേജ്, ആരോഗ്യ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇപ്പോൾ കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രി ശിലാഫലകത്തിന്റെ തിരശ്ശീല നീക്കിക്കൊണ്ട് നിർവഹിക്കുന്നത്. സമീപഭാവിയിൽ സഹകരണ മേഖലയിൽ തിരൂരിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന ലക്ഷ്യവുമായി ഏകദേശം 80 കോടി രൂപയുടെ പദ്ധതി ക്ഷണിക്കുന്നു. ബഹുമാനായ പണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട IT വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, നിങ്ങളുടെ പ്രിയങ്കരനായ MP ശ്രീ T മുഹമ്മദ് ബഷീർ, പ്രിയപ്പെട്ട MLA-മാർ ശ്രീ മമ്മൂട്ടി, ശ്രീ അബ്ദുൾ റഹ്മാൻ, ഈ ആശുപത്രിയുടെ ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ, ജില്ലാ കളക്ടർ ശ്രീ MC മോഹൻദാസ്, തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി K സഫിയ ടീച്ചർ, പ്രസിഡന്റ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ M അബ്ദുള്ളക്കുട്ടി, പ്രസിഡന്റ് വെട്ടം പഞ്ചായത്ത് ശ്രീ P സൈനുദ്ദീൻ, വൈസ് ചെയർമാൻ ശ്രീ രാമൻകുട്ടി പണ്ടാട്, ശ്രീ BV പ്രകാശ്, ശ്രീ E മുഹമ്മദ് കുഞ്ഞി, ശ്രീ C രാമൻകുട്ടി, മറ്റ് സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. 3 ആഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ തിരൂരിൽ വരുന്നത്. ഒരു ചിരകാല അഭിലാഷമായിരുന്ന തിരൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ഒരു പ്രതീക്ഷ മലയാള സർവകലാശാല, അത് തിരൂരിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ചടങ്ങിൽ പങ്കെടുക്കാനാണ് നവംബർ 1-ാം തീയതി ഞാൻ വിളിച്ചത്. ഇന്ന്